പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ ഫിനിഷിംഗ് മൂവുകളിൽ ഒന്നായ കിമുറ എന്ന് പറയുന്ന സബ്മിഷൻ കോഡി റോഡ്സ് എന്ന സൂപ്പർ താരം നിലവിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ മെയിൻ ഇവൻറ്റിൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ജെ ഊസോയെ കോഡി റോഡ്സ് പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ മത്സരത്തിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് ജെ ഊസോയ്ക്ക് കിമുറ എന്ന് പറയുന്ന സബ്മിഷൻ കോഡി റോഡ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ കൃത്യമായി മൈക്കൽ കോള് കമൻട്രിയിലൂടെ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബ്രോക്ക് ലെസ്നറിൻ്റെ സബ്മിഷൻ മൂവ് ആണെന്നും കോഡിയും ബ്രോക്കും തമ്മിലുള്ള അവരുടെ സ്റ്റോറി വന്നതിൻ്റെ ചരിത്രവും പെട്ടെന്ന് മൈക്കൽ കോള് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഓൺ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡിൽ മെൻഷൻ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ബ്രോക്കിനെ മെൻഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം വരെ മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രോക്ക് ലെസ്നറിനെ മെൻഷൻ ചെയ്യാതെയുള്ള വീഡിയോ ക്ലിപ്പുകളും യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടും ബ്രോക്ക് ലെസ്നറിൻ്റെ സബ്മിഷൻ മൂവായ കിമുറ എന്ന് പറയുന്ന മൂവ് കോഡി റോഡ്സ് ഉപയോഗിക്കുന്നതുമൊക്കെ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതിനർത്ഥം ബ്രോക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതല്ല, പക്ഷേ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. ബ്രോക്കിൻ്റെ സബ്മിഷൻ മൂവ് കോഡി റോഡ്സ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ആർക്കാണ് വിജയ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജേഡ് കാർഗിലും ആസ്കയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഫൈനൽ മത്സരമായിട്ട് നടക്കുന്നത്. റോക്സിനി പെരസിനെ റോ എപ്പിസോഡിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേഡ് കാർഗിലും സ്മാക്ഡൗൺ എപ്പിസോഡിൽ അലക്സ ബ്ലിസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആസ്കയും സെമി ഫൈനലിൽ നിന്ന് യോഗ്യത നേടി ഫൈനലിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആസ്ക വേഴ്സസ് ജേഡ് കാർഗിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം, ഒരു സിംഗിൾസ് മത്സരം, അതൊരു ഡ്രീം മാച്ച് തന്നെയാണ്. ഈ ഒരു സിംഗിൾസ് മത്സരത്തിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ജേഡ് കാർഗിൽ വിജയിച്ച് ക്വീൻ ഓഫ് ദ റിംഗ് ആകും. ടിഫനി സ്ട്രാറ്റൻ്റെ ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ ജേഡ് കാർഗിൽ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാനും സാധ്യത എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ കോഡി റോഡ്സ് ആണോ റാൻഡി ഓർട്ടനാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ള എൻ്റെ പ്രൊഡിക്ഷനാണ്. ഓൾറെഡി ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത ഒരു ഫൈനൽ മത്സരമായിരുന്നു റാൻഡി ഓർട്ടനും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് ആയിരിക്കും ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് നടക്കുക എന്നുള്ളത്. അതുതന്നെയാണ് നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ആരാധകരെ സംബന്ധിച്ചും ഒരു ഡ്രീം മാച്ച് ആയതുകൊണ്ടും റാൻഡി ഓർട്ടനെ പോലെ ലോകത്ത് കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു താരം അദ്ദേഹം വീണ്ടും ഒരു കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നതും റാൻഡി ഓർട്ടൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നതും ചിലപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കാവുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ട് കോഡി റോഡ്സ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കുന്നതായിരിക്കും. അങ്ങനെ ജോൺസണയുടെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. റാൻഡി ഓർട്ടന് വിജയസാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സംഭവ ബഹുലമായിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് തന്നെയായിരുന്നു. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ സാമി സൈനും റാൻഡി ഓർട്ടനും ഏറ്റുമുട്ടിയ മത്സരം, ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരം, കൂടാതെ ആർ ട്രൂത്ത് വേഴ്സസ് ജോൺസിന തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടക്കുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ട സ്മാക്ഡൗൺ എപ്പിസോഡ്, CM പങ്ക് എന്ന സൂപ്പർ താരത്തിൻ്റെ അപ്പിയറൻസ്, അങ്ങനെ ഒട്ടനവധി താരങ്ങളുടെ ഒരു അപ്പിയറൻസും ഒട്ടനവധി കിടിലൻ മാച്ചുകളും അനൗൺസ് ചെയ്തിട്ടും സ്മാക്ഡൗൺ എപ്പിസോഡ് വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു റേറ്റിംഗ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ സൂപ്പർ താരമായ ജോൺസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് ആഴ്ചകൾ തോറും റേറ്റിംഗ്സ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് കിട്ടിയത് 1.4 മില്യൺ വ്യൂവർഷിപ്പ് ആണെങ്കിൽ ഈ ശനിയാഴ്ച കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന് 1.5 മില്യൺ വ്യൂവർഷിപ്പ് ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വമ്പൻ കുതിച്ച് കയറ്റം തന്നെ റേറ്റിംഗ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ താരങ്ങളായ ജോൺസിന, റാൻഡി ഓർട്ടൻ ഇവരുടെ മത്സരം അനൗൺസ് ചെയ്യുന്നതും ഇവരുടെ അപ്പിയറൻസ് വരുമ്പോഴും കാണികൾക്കും ആളുകൾക്കും ഈ ഷോ കാണാനുള്ള ഒരു ത്രില്ല്, ആവേശം വർദ്ധിക്കുന്നുണ്ട്. അത് റേറ്റിംഗ്സിനെ നല്ല രീതിയിൽ
പ്രതിഫലിക്കുന്നുണ്ട്. സൂപ്പർ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സ്മാക്ഡൗൺ എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കാണാൻ നമുക്ക് താല്പര്യമുള്ളത്. റേറ്റിംഗ്സ് ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ടൈമിങ്ങിനെ സംബന്ധിച്ചാണ്. പതിവ് പോലെ ശനിയാഴ്ചയായിരിക്കില്ല നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് കാണാൻ സാധിക്കുക. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഈ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാത്രി 10:30 മുതലാണ് ഇന്ത്യൻ സമയം നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവായി കാണാൻ സാധിക്കുക. ശനിയാഴ്ച രാത്രി 10:30 മുതലാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി 10:30 മുതൽ 1:30 വരെ നമുക്ക് ലൈവായിട്ട് സ്മാക്ഡൗൺ എപ്പിസോഡ് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ടൈമിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടൈമിങ്ങിലെ വ്യത്യാസം. പിന്നീടുള്ള ആഴ്ചകളിൽ പതിവ് പോലെ ശനിയാഴ്ചകളിൽ തന്നെയായിരിക്കും സ്മാക്ഡൗൺ എപ്പിസോഡും കാണാൻ സാധിക്കുക. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.